അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ്റെ അകത്ത് ജനുവരി 2025 അറ്റംപ്റ്റിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, നിങ്ങൾ നെവർ മിസ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഏരിയാസ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ്, അതുപോലെ തന്നെ കമ്പയറേറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് സെപ്റ്റംബർ 24 ചോദിച്ചത് കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും കമ്പയറേറ്റീവ്ലി കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞ ടോപ്പിക്സും ഞാൻ പറഞ്ഞിരുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടാൻ വേണ്ടി ആൻഡ് ഓൾസോ ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടതെന്ന് പറയുന്നതാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് സ്ലൈഡ്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമ്പർ 1 നാച്ചർ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻഗേജ്മെന്റ്സ് അതിലുണ്ട്. ഇപ്പോൾ SRS അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻഗേജ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ട് എൻഗേജ്മെന്റ്സ് നമ്മൾ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ 3 പാർട്ടി എൻഗേജ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. 3 പാർട്ടി എൻഗേജ്മെന്റ്സ്. 3 പാർട്ടി എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓഡിറ്റർ അതിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഈ ഒരു എൻറ്റിറ്റി അവിടെ വരുന്നുണ്ട്, അതുപോലെ നമ്മൾ റിപ്പോർട്ട്സ് കൊടുക്കുന്നത് ഗവൺമെന്റിലേക്കാണ്, തുടങ്ങി ആ ഒരു ഓഡിറ്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഒരു 5 മാർക്സ് ആണ് മാക്സിമം നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കൂടാതെ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങും സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസും അതുപോലെ തന്നെ SAA എന്ന് പറയുന്ന പോർഷൻസും, അങ്ങനെ ആ ഒരു അവസാന ഭാഗങ്ങളിലുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ റിവ്യൂയും ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങൾക്കും അപ്പാർട്ട് ഫ്രം ദാറ്റ് വോളണ്ടറി ഓഡിറ്റ് എന്താണ്, മാൻഡറ്ററി ഓഡിറ്റ് എന്താണ് എന്നതിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടാക്കുക. ഒരു 2 or 3 hours ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റുകൾ ഒന്ന് നോക്കി വെക്കുക. കുറേ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഒരു മാർക്ക് ഒരു ക്വസ്റ്റ്യൻ MCQ വന്നേക്കാം, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മേ ബി ദേ ക്യാൻ ആസ്ക് യു ലൈക്ക് റിവ്യൂയും ഓഡിറ്റും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്, അല്ലെങ്കിൽ അഷുറൻസ് എൻഗേജ്മെന്റിൽ തന്നെ ഓഡിറ്റ് ഉണ്ട്, റിവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ പറ്റി പറയുന്ന ടോപ്പിക്സ് ഉണ്ട്, അതാകാം. അതുപോലെ തന്നെ റീസണബിൾ അഷുറൻസ് എൻഗേജ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെന്റ് എന്താണെന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് 1.25 വരുന്നുണ്ട്. ആ ഒരു സെഗ്മെന്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അത് തന്നെ ഓഡിറ്റ് വേഴ്സസ് റിവ്യൂ എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്, അതിനും നിങ്ങൾ എന്ത് കൊടുക്കുക, പ്രൊമിനൻസും ഇമ്പോർട്ടൻസും കൊടുക്കണം. ഓക്കെ ആണോ? ഓക്കെ. സോ ഇത്രയും ഭാഗങ്ങളാണ് അതിൽ നോക്കേണ്ടതുള്ളത്. ഒരു 4 to 5 മാർക്സ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു എലമെന്റ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. എലമെന്റ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ് ഞാൻ പറയുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ 3 പാർട്ടി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രാക്ടീഷണർ, റെസ്പോൺസിബിൾ പാർട്ടി ആൻഡ് ഇന്റൻഡഡ് യൂസേഴ്സ്. ഈ ഇന്റൻഡഡ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഫസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഗവൺമെന്റ് വരും, ഡെപ്റ്റേഴ്സ് വരും, ഷെയർ ഹോൾഡേഴ്സ് വരും, ആൻഡ് ഓൾസോ ഒരു സബ്ജക്ട് മാറ്റർ ഉണ്ടാവണമെന്നും ഒരു സ്യൂട്ടബിൾ ക്രൈറ്റീരിയ ഉണ്ടാവണമെന്നും സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ആ ഏരിയ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രിഫർ ചെയ്യുന്നത് നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഓവറോൾ ഒരു 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 വളരെ കൂളായിട്ട് ഒന്ന് വായിച്ചു നോക്കുക പോർഷൻസ്. പിന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ബാങ്ക് കയ്യിലുള്ള കുട്ടികൾ ആ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കിയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്നുള്ളത് നോക്കുക. ഈ ഒരു പിക്ചർ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ബിൽഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. അത് കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ നമ്പർ 2 വരുന്ന സമയത്ത് ഒരു 10 മുതൽ 12 മാർക്സ് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ 1 സെക്കൻഡ്. യാ യാ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ ഞാൻ ആക്ച്വലി നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഓഡിറ്റ് പ്ലാനിങ്ങും പ്രോഗ്രാമും സ്ട്രാറ്റജിയും പറയുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ടച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒരു 1.5 ഇട്ട് കണ്ടതിന് ശേഷം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇനി ഓൾറെഡി നോട്ട്സ് പ്രിപ്പയർ ചെയ്തവരാണ്, അത്യാവശ്യം എഡ്ജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അഗൈൻ ഈ ചാപ്റ്റർ കമ്പാരറ്റീവ്ലി ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, ഒരു സ്മോൾ ചാപ്റ്ററാണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രസന്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് അതിനൊന്ന് അച്ചീവ് ചെയ്യണമെങ്കിൽ അത്യാവശ്യത്തിൽ കൂടുതൽ കൺസെപ്റ്റ് ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ നല്ല ഡെപ്ത് നോളജും കോൺഫിഡൻസും വേണം. ഇല്ലെങ്കിൽ ഈ ചാപ്റ്റർ ടച്ച് ചെയ്യാൻ പറ്റൂല. ഈ ചാപ്റ്റർ കമ്പാരറ്റീവ്ലി സ്മോൾ ആണ്. ആകെ ഇതിൽ സ്ട്രാറ്റജിയും പ്ലാനിങ്ങും പ്രോഗ്രാമും പറ്റി മാത്രമേ പറയുന്നുള്ളൂ എങ്കിലും പല കുട്ടികളും ഇതിനൊരു ഡിഫിക്കൽട്ടി ലെവലിലേക്ക് കൊണ്ടുവരുന്ന കാണാറുണ്ട്, സ്കിപ്പ് ചെയ്യുന്നത് കാണാറുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കംപ്ലീറ്റ് വീഡിയോ ഈ ചാപ്റ്ററിൻ്റെ യൂട്യൂബിലുണ്ട്, അത് നിങ്ങൾ കാണാം.
എൻ്റെ റെഗുലർ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടും ടെക്സ്റ്റ് ബുക്കും കവർ ചെയ്തിട്ടുണ്ടാവും. ക്ഷമയോടുകൂടി ഒരു 4 to 5 hours വേണേ ഒരു 1 full day ഇതിന് സ്പെൻഡ് ചെയ്തതിന് ശേഷം, 1 full day എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം പ്രിപ്പറേഷൻ്റെ അകത്ത് ഒരു 2 or 3 സബ്ജക്ട്സ് ഒരു ദിവസം കൊണ്ടുപോകുന്നുണ്ടാകാം. അതിൽ നിങ്ങൾ ഒരു മേജർ സമയം ഇതിനായിട്ട്, ഈ ചാപ്റ്ററിനായിട്ട് മാറ്റി വെക്കുക. ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് പോകുക, സ്ട്രാറ്റജീസ് എന്താണെന്നുള്ള മനസ്സിലാക്കുക, പ്ലാനിങ് മനസ്സിലാക്കുക, റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക, പ്രോഗ്രാം, അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും, ഈവൻ ലാസ്റ്റ് ഒരു പ്രോഗ്രാമിന്റെ ഒരു 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 മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട് സെയിൽസിന്റെ. ആ ഒരു ടേബിളും കാര്യങ്ങളും വരെ പഠിച്ചു വെക്കുക. നോട്ട് കൃത്യമായിട്ട് വായിക്കുക. അതാണ് പ്രിലിമിനറി ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ്സ് പറയുന്നുണ്ട്. ആ ഏരിയാസിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു 10 മുതൽ 12 മാർക്സ് വരെ നമുക്ക് ഇതിൽ വേണ്ടതുണ്ട്. റൈറ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇത്രയും പഠിച്ചതിന് ശേഷം അഗൈൻ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് 3 or 4 ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പിന്നെയും നോക്കിയതിന് ശേഷം നോക്കി ചെയ്താൽ പിന്നെയും റൈറ്റ് ചെയ്ത് പഠിക്കുക. ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഓഡിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ചാപ്റ്റർ. SA 300 കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ചാപ്റ്റർ അപ്രോച്ച് ചെയ്യുക. അഗൈൻ ഏരിയാസ് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്ലാനിങ് നെസസറി, അതുപോലെ തന്നെ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഇവാലുവേറ്റിംഗ് എത്തിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാക്ടേഴ്സ് പറഞ്ഞിട്ട് ഒരു 5 ഏരിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ റിപ്പോർട്ടിംഗ് ഏരിയാസ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന്, അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ, ദെൻ ഓഡിറ്റ് പ്രോഗ്രാമിൽ കൺസ്ട്രക്ടിങ് ഓഡിറ്റ് പ്രോഗ്രാമും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാമും പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ തീരാണ്. ലാസ്റ്റ് ഒരു സാമ്പിൾ ഓഡിറ്റ് പ്രോഗ്രാമിന്റെ ഒരു നോട്ടും ഉണ്ട്. അത് കഴിഞ്ഞ അറ്റംപ്റ്റിലെ RTPയിൽ വന്നതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ ആണോ? അറ്റ്ലീസ്റ്റ് ഒരു പിക്ചർ കിട്ടുന്നുണ്ടോ? ഡൗട്ട്ഫുൾ ആവുമല്ലോ ചെയ്യുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചിട്ട് നോക്കിക്കോ, നോട്ട് മുന്നിൽ വെച്ചിട്ട് നോക്കിക്കോ. പിന്നീട് വീഡിയോ നോക്കിയതിന് ശേഷം നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. വാട്ട് എവർ തിങ്സ് ഐ എം ടെല്ലിങ് യു. ഓക്കെ ആണോ? ഹോപ്പ്ഫുള്ളി യു ആർ ഗെറ്റിംഗ് it clearly what I am telling to you. Okay, so audit strategy എന്ന് പറയുന്ന ചാപ്റ്റർ again I don't want you to be selective. I want you people to study it thoroughly. ഏതെങ്കിലും രീതിയിൽ കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ യൂട്യൂബിലുള്ള വീഡിയോ, നമ്മൾ ചാനലിൽ ഒരു വീഡിയോ കിടപ്പുണ്ട്, ആ വീഡിയോ കണ്ട് നോട്ട് ഉണ്ടാക്കിയ ശേഷം കോൺഫിഡൻസോടുകൂടി എക്സാമിലേക്ക് പോകണം. ഓക്കെ ആണോ? ദാറ്റ് ഇസ് ചാപ്റ്റർ നമ്പർ 1. ചാപ്റ്റർ നമ്പർ 2. മൂവിങ് ഓൺ. ചാപ്റ്റർ നമ്പർ 3യിലും നല്ലോണം കൺസെപ്റ്റൽ ക്ലാരിറ്റി വേണ്ടതുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. SA 315 ജനുവരി അറ്റംപ്റ്റിലേക്ക് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കുറവുള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓവറോൾ പിക്ചർ കിട്ടുന്ന സമയത്ത്. നിങ്ങൾ SA 320 എന്ന് പറയുന്ന ഏരിയയും അതുപോലെ തന്നെ SA 200 എന്ന് പറഞ്ഞിട്ട് ഡിറ്റക്ഷൻ റിസ്ക്, ഇൻഹറന്റ് റിസ്ക് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഓഡിറ്റേഴ്സ് റിസ്കിന്റെ ഭാഗമായിട്ട്. ആ ഒരു സെഗ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻഹറന്റ് റിസ്ക് ഉണ്ട്, കൺട്രോൾ റിസ്ക് ഉണ്ട്, ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ട്. ഡിറ്റക്ഷൻ റിസ്കിന്റെ അണ്ടറിൽ തന്നെ സാമ്പിളിംഗ് റിസ്ക്കും നോൺ സാമ്പിളിംഗ് റിസ്ക്കും ഉണ്ട്. ആ ഒരു ഏരിയക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ SA 320 മെറ്റീരിയാലിറ്റി, അതുപോലെ തന്നെ പെർഫോമൻസ് മെറ്റീരിയാലിറ്റി, അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക്, ഈ കാര്യങ്ങൾക്കെല്ലാം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. തന്നെ പലർക്കും ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുണ്ട്, സൈസ് ബേസ് ചെയ്തിട്ടാണോ നമ്മൾ എപ്പോഴും പിന്നെ മെറ്റീരിയാലിറ്റീനെ കാണേണ്ടത്? ഒരിക്കലും അല്ല, എപ്പോഴും സൈസ് അല്ല. ചിലപ്പോൾ ഇമ്പോർട്ടൻസ് പല രീതിയിൽ എന്താവാറുണ്ട്, മാറാറുണ്ട്. അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ വോളട്ടൈൽ ആയിട്ടുള്ള ഏരിയാസിനെ നമ്മൾ എടുക്കാതെ ലെസ് വോളട്ടൈൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇന്റേണൽ കൺട്രോൾസ് പറയുന്ന ഒരു ഭാഗത്തിൽ ലിമിറ്റേഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുതന്നെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്താന്ന് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സ്ഥാപനത്തിൽ ഇന്റേണൽ കൺട്രോൾസ് ഉണ്ട്. ആ ഇന്റേണൽ കൺട്രോൾസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറയുന്നത്. അതുതന്നെ പിന്നെ ഈ ഒരു സെഗ്മെന്റ് അകത്ത് റിസ്ക് ദാറ്റ് റിക്വയർ സ്പെഷ്യൽ ഓഡിറ്റ് കൺസിഡറേഷൻ, മേ ബി റൈറ്റ് ഇറ്റ് ഡൗൺ, റിസ്ക് ദാറ്റ് റിക്വയർ സ്പെഷ്യൽ ഓഡിറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്ന സെഗ്മെന്റ്, റിസ്ക് ദാറ്റ് റിക്വയർ സ്പെഷ്യൽ ഓഡിറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്ന സെഗ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടോ. അതുപോലെ ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം നോട്ട് ഡൗൺ ചെയ്യുക. ഇവാലുവേഷന്റെ അകത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകണം, നറേറ്റീവ് റെക്കോർഡ്, ചെക്ക് ലിസ്റ്റ്, ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യനറി, ഫ്ലോ ചാർട്ട് തുടങ്ങിയ ഭാഗങ്ങളെ പറ്റി കൃത്യമായ നോട്ട് ഉണ്ടാക്കി വെക്കുക. അതിലും MCQ പോലെയോ ആപ്ലിക്കേഷൻ ലെവലിലോ ക്വസ്റ്റ്യൻ വന്നേക്കാം. ക്ലിയർ ആണോ? പിന്നെ നമ്മൾ ഓട്ടോമേറ്റഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഈ അറ്റംപ്റ്റിൽ എന്തായാലും ക്വസ്റ്റ്യൻ വരും. നമ്മളെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഏരിയാസ് മാത്രം പ്രാക്ടീസ് ചെയ്യുക. ദിസ് ഈസ് ഫോർ ചാപ്റ്റർ 3. പിക്ചർ കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ?
എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? പ്ലീസ് റെസ്പോണ്ട്. ചാപ്റ്റർ 3 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ചാപ്റ്റർ നമ്പർ 1 എന്താ നോക്കണ്ട, ചാപ്റ്റർ നമ്പർ 2 എന്താ നോക്കണ്ട. ഓക്കെ, സോ ഈ 3 ചാപ്റ്റേഴ്സിന് ഈ ഒരു സെഗ്മെന്റ് പോയതിനു ശേഷം, ഓക്കെ, നൗ ലെറ്റ് മീ ടോക്ക് അബൌട്ട് ചാപ്റ്റർ നമ്പർ 4. ചാപ്റ്റർ നമ്പർ 4ലും കുട്ടികൾ ചോദിക്കാറുണ്ട്, സാറേ ഈ ചാപ്റ്റർ ഒന്ന് സ്കിപ്പ് ചെയ്യണോ എന്നെല്ലാം ചോദിക്കാറുണ്ട്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല. ഈ ചാപ്റ്ററിന്റെ അകത്ത് നിങ്ങൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 to 20 മാർക്സ് വരെ ചിലപ്പോൾ വന്നേക്കാം. അതായത് മിനിമം ഒരു 10 വരാം, മാക്സിമം 20 വരെ പോകാം, എന്നാലും ഒരു 15 മാർക്സ് ഒക്കെ എന്തായാലും വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മറ്റൊരു കാര്യം, എടാ ഇതിൽ നിന്ന് MCQ ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും പോസിബിൾ ആണ്. ഇപ്പൊ ചാപ്റ്റർ നമ്പർ 1 ഒക്കെ നോക്കുകയാണെങ്കിൽ ഐ ആം എക്സ്പെക്ടിങ് മോർ ഇൻ ടു ഡിസ്ക്രിപ്റ്റീവ്. ഇവിടെയും MCQ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് പോസിബിൾ ആണ്. 330 പറ്റി ഞാൻ കമന്റ് ചെയ്യാം കേട്ടോ. ഐ വിൽ കമന്റ് ഓൺ ഇറ്റ്. ഐ വിൽ ടെൽ യു വിച്ച് ഏരിയാസ് ടു ലുക്ക് ഇൻ. ഓക്കെ, സോ SA 501, 505, 510, 550, അതായത് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇത് മാത്രം നോക്കട്ടെ എന്നുള്ളൊരു ലെവലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ഇത് 4എങ്കിലും നിങ്ങൾ എന്തായാലും അങ്ങ് നോക്കുക. കാരണം ഇത് സ്മോളും ആണ്, ഈസിയാണ്. പക്ഷേ ഇത് എത്രത്തോളം ജനുവരി അറ്റംപ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഐ ഹാവ് ലിറ്റിൽ ഡിഫറെന്റ് ഒപ്പീനിയൻസ്. ബട്ട് അഗെയിൻ നിങ്ങൾക്ക് ചെറിയ essays നോക്കണം, കുറച്ചെങ്കിലും നോക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഈ 4 നോക്കിയിട്ട് സേഫായി നിൽക്കുക. ഇനി 500ലേക്ക് പോവുകയാണെങ്കിൽ ഒരു 10-25 പേജോളം പഠിക്കാനുണ്ട് അഗെയിൻ. പക്ഷെ അതിൽ ഡിഫിക്കൽട്ട് ആയിട്ടൊന്നുമില്ല. ഇപ്പം ടൈപ്സ് ഓഫ് എവിഡൻസും ഓഡിയോ പ്രോസസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. SA 501 മൈ ഗട്ട് ഫീലിംഗ് ഫോർ ദിസ് അറ്റംപ്റ്റ് ഇസ് സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് ഓർ ഇൻവെന്ററി. ലിറ്റിഗേഷൻ ഉള്ള ചാൻസ് കുറവാണ്. എന്നാലും 3 നല്ല രീതിയിൽ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസും ആൻസറും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി 510ന്റെ അകത്ത് വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് അഡോപ്റ്റഡ് ബൈ ഓഡിറ്റർ ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ് റിഗാർഡിംഗ് ഓപ്പണിംഗ് ബാലൻസസ്, ഹൗ ടു ഗെറ്റ് ഓഡിറ്റ് എവിഡൻസസ് ഫോർ ഓപ്പണിംഗ് ബാലൻസസ് എന്ന് പറഞ്ഞിട്ട്, അത് അഗെയിൻ ഐ വുഡ് റെക്കമെൻഡ് യു റീഡിംഗ് ടെക്സ്റ്റ് ബുക്ക് ഫോർ 510 ആൻഡ് മേക്കിംഗ് നോട്ട്സ്. ഇനി ഓൾറെഡി ക്ലാസ് ഇരുന്ന കുട്ടികളെ നോട്ട്സ് ഉണ്ടെങ്കിൽ ആ നോട്ട്സ് നോക്കുക എന്നുള്ളതാണ്. 520, 530ന്റെ അകത്ത് ഏതെങ്കിലും ഒന്നേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. 520ലാണെങ്കിൽ ടെക്നിക്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് സൂട്ടബിലിറ്റി ഓഫ് അണ്ടിക്കൽ പ്രൊസീജിയർ ഫോർ അസേഷൻസോ ആയിരിക്കാം വരാവുന്നത്. 520 ഓർ 530 ആണ് ജനറൽ 25ൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എനി ഓഫ് ദാറ്റ് 530 കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അഗൈൻ ലെസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു കൂടി ഒരിക്കലും വരില്ല എന്നുള്ള ഒരു കാര്യമൊന്നും ഞാൻ ഇവിടെ എടുക്കാൻ തരുന്നില്ല. ബട്ട് അഗൈൻ 530 ആണോ ഞാൻ 530 മാത്രം പഠിച്ചിട്ട് ഈ ചാപ്റ്റർ കവർ ചെയ്യട്ടെ എന്ന് ഞാൻ ചോദിച്ചാൽ നോ, ഐ വുഡ് സേ നോ ഫോർ ദിസ് അറ്റംപ്റ്റ്. 530 സീംസ് ടു ബി ലെസ് ഇമ്പോർട്ടൻറ്റ്. വി ക്യാൻ എനിവേ സി ആഫ്റ്റർ എക്സാംസ്. 550ലേക്ക് നിങ്ങൾ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്തോളൂ, കാരണം കുറച്ച് ആദ്യം ചോദിക്കാത്തത്. ആൻഡ് ഓൾസോ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് എഴുതി നോക്കാം. 610 ഈ പ്രാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ പറഞ്ഞു സെപ്റ്റംബർ 24 610 അങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ജനുവരി അറ്റംപ്റ്റിലേക്ക് 610 ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടോളൂ. 610ന്റെ അകത്ത് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യവും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ട്. ആ ഒരു സെഗ്മെന്റിന് കുറച്ചൊരു ഇമ്പോർട്ടൻസും പ്രൊമിനൻസും ആയിട്ട് കാണാം 610. ഓക്കെ, സോ ദാറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ചാപ്റ്റർ നമ്പർ 4. അപ്പോൾ ചാപ്റ്റർ നമ്പർ 4ന്റെ അകത്ത് ഞാൻ പറഞ്ഞത് ഒരു 10 to 20 മാർക്ക് വരെ വരാം. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണ്ട. ചെറുതെങ്കിലും പഠിച്ചു പോകട്ടെ ആണെങ്കിൽ 550, 510, 505, 501 പഠിച്ചു പോവുക. 500 ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുക. സെഗ്മെന്റിനും അതുപോലെ തന്നെ ഇൻവെന്ററിക്കും, അതിൽ തന്നെ തേർഡ് പാർട്ടി കസ്റ്റഡി എന്നുള്ള പോയിന്റിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻവെന്ററിയിൽ 510 ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ പഠിച്ചോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഈസിയുമാണ്. 520 ഓർ 530 ആ പ്രതീക്ഷിക്കുന്നത്. രണ്ടും കൂടെ ചോദിക്കാറ് വളരെ കുറവാണ്. അതിൽ തന്നെ 530 ഈ അറ്റംപ്റ്റിൽ വളരെ ഇമ്പോർട്ടൻസ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നു. 550 റൈറ്റ് ചെയ്ത് പഠിച്ചോളൂ. 610 ഐ ആം എക്സ്പെക്ടിങ് ഇൻ ദിസ് അറ്റംപ്റ്റ് ഹെവിലി. അപ്പോൾ ചില സാഹചര്യങ്ങൾ അത് ഉപയോഗിക്കാം, ചില സാഹചര്യങ്ങൾ അത് ഉപയോഗിക്കണ്ട എന്നെല്ലാം പറയുന്ന സെഗ്മെന്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. IFC-FR എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ഒരു ഏരിയ കിടപ്പുണ്ട്. ആ ഒരു ഡെഫിനേഷൻ എന്താണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ, എന്താണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഈ ഒരു സെഗ്മെന്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇനി നമ്മൾ ചാപ്റ്റർ 5 ഓൾട്ട് ഓഫ് FSലേക്ക് പോകുന്ന സമയത്ത് ബാലൻസ് ഷീറ്റ് ഐറ്റത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും അഡീഷണൽ റെഗുലേറ്ററി ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ ഐറ്റംസ് എന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം ഈ അഡീഷണൽ റെഗുലേറ്ററി ഐറ്റംസ് ഓരോന്നിനു ശേഷവും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് ചെറിയൊരു രീതിയിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്, നമുക്ക് നോക്കണം. അതുകൂടാതെ സെക്ഷൻ 135 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഡിവിഡൻഡ്, ഡിബഞ്ചേഴ്സ്, ഡിസ്ക്ലോഷർ ഒബ്വിയസ്ലി അഗെയിൻ, അസേഷൻസ്, അതുപോലെ തന്നെ വൗച്ചിങ്, വെരിഫിക്കേഷനും കമ്പനി വിട്ടു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കമ്പനി ലോ അല്ലെ ലോ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് ആണ്. ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പോയിന്റ്സ് തരാൻ വേണ്ടി പറ്റും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒന്നും ലീസ് പോലെയുള്ള ഏരിയാസ് ഒന്നും നമുക്ക്
ഔട്ട് ഓഫ് എഫ് എസിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നിങ്ങളപ്പോൾ അസേഷൻ ഏതൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് എന്നുള്ളത്, അതുപോലെ തന്നെ അഡീഷണൽ റിക്വയർമെന്റ് എന്താണെന്നുള്ളതും, അതുപോലെ തന്നെ ലോലും പിന്നെ അക്കൗണ്ട്സും നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ അപ്ലിക്കേഷൻ ആയിട്ടും ഓഡിറ്റ് ഓഫ് എഫ് എസിനെ കണ്ടാൽ മതി. ഇതിനെ ലാസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഓർഡർ ഞാൻ പറഞ്ഞുതരാം. ചാപ്റ്റർ 6ലേക്ക് വരികയാണെങ്കിൽ അഗൈൻ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ കിടപ്പുണ്ട്. അത് കംപ്ലീറ്റ് ചാപ്റ്റർ A to Z കവർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒരു 1.5 കണ്ട് നോട്ട് ഉണ്ടാക്കുക. ഇനി ഓൾറെഡി നോട്ട് ഉണ്ട്, ക്ലാസ് കേട്ടവരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഒരു 3 to 5 മാക്സിമം 6 മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിന്. മേ ബി ഒരു 2 മാർക്സിന്റെ ഒരു MCQ, 4 മാർക്സിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് വന്നേക്കാം. ലൈക്ക് പേർപ്പസോ അല്ലെങ്കിൽ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനോ എന്തെങ്കിലും വന്നേക്കാം. അഗൈൻ നമ്മളുടെ ഓർഡറിൽ ആദ്യം വരുന്നത് ഇതായിരിക്കും. ആദ്യം പഠിച്ചു തീർക്കേണ്ട ഒരു essay ഇതായിരിക്കും. അത് ഞാൻ ഓർഡറിലേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം. ഈസി ടോപ്പിക് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ദിസ് ഈസ് ദ ഇൻസൈറ്റ് യു ഹാവ് ടു ഹാവ് വിത്ത് റെസ്പെക്ട് ടു ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ വിച്ച് ഈസ് കംപ്ലീഷൻ ആൻഡ് റിവ്യൂ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് 580 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്ന MCQ-നേക്കാളും 450 നല്ലോണം ഇൻഡപ്തിൽ പഠിച്ചോ ഈ അറ്റംപ്റ്റിൽ. ഹൈ പ്രോബബിലിറ്റി ആണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത് 450 ടെക്സ്റ്റ് ബുക്ക് വെച്ചും പഠിച്ചോ, 450 നോട്ട് കയ്യിലുണ്ടാവും, അതും വെച്ച് പഠിച്ചോ. 450 265 മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 315 പഠിക്കാം. അല്ലാണ്ട് 315 എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇപ്രാവശ്യം ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ 450 265 നല്ല രീതിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 315 വായിച്ചതിന് ശേഷം 450 265 വരിക. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്. 570 നോക്കിക്കോ, എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. 570 ഇൻഡത്തിൽ അങ്ങ് പഠിച്ചേക്ക്. ഇൻഡിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ, ഈവൺ ഓഡിറ്റ് റിപ്പോർട്ടിലെ ഗോയിങ് കൺസേൺ ഇഷ്യൂ ഉണ്ടാകുമ്പോഴുള്ള റിപ്പോർട്ടിംഗ് ആയിക്കോട്ടെ. സോ മാർക്സ് ക്യാൻ ബി ലൈക്ക് ദിസ് ചാപ്റ്റർ ഒരു 50 മാർക്സ് വരെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട കാര്യം ചിന്തിക്കുക പോലും ചെയ്യേണ്ട. 560 ഈ അറ്റംപ്റ്റിൽ ലെസ് ഇമ്പോർട്ടൻസ് ആണ് എന്ന് കരുതി ഞാൻ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാൻ പറയുന്നില്ല. ബട്ട് ഇതൊക്കെ തീർത്തതിന് ശേഷം അങ്ങോട്ടേക്ക് പോയേച്ചാൽ മതി എന്നാണ് പറയാനുള്ളത്. അപ്പൊ 260 ആയിക്കോട്ടെ, 265 ആയിക്കോട്ടെ, ദോസ് ചാർജ് വിത്ത് ഗവർണൻസോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ് ടു ഡോസ് ചാർജ് വിത്ത് ഗവർണൻസ്, അത് തന്നെ ദോസ് ചാർജ് വിത്ത് ഗവർണൻസിന് അറിയിക്കേണ്ട കാര്യം, അതുപോലെ തന്നെ മാനേജ്മെന്റ് അറിയിക്കേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചാപ്റ്റർ സമയമെടുത്ത് നോട്ട് ഉണ്ടാക്കി പതുക്കെ പഠിച്ച് മനസ്സിലാക്കി വെച്ചോ. നല്ലോണം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 7. മൂവിങ് ഓൺ, ചാപ്റ്റർ നമ്പർ 8ലേക്ക് വരികയാണെങ്കിൽ SA 700 ക്വാളിറ്റീവ് ആസ്പെക്ട്സ് ആൻഡ് സ്പെസിഫിക് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കാണാം. ആ ഒരു സെഗ്മെന്റ് ആണ് ഒരു ചാൻസ് ഉള്ളത്. 701 എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് KM ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ എന്നുള്ള ഭാഗം പഠിക്കുക. 705 എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഓഡിറ്ററിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്ററിന്റെ ഒപ്പീനിയൻ എങ്ങനെയാണ് മാറുന്ന ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത്, അത് നോക്കാം. 706 EOM പാരഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ വരാം. MCQയും പ്രതീക്ഷിക്കാം. SA 706 ഗുഡ് ക്ലാരിറ്റി ഉണ്ടാക്കാം. 299 ഹൈ ഇമ്പോർട്ടൻറ്റ് ഫോർ January 25 അറ്റംപ്റ്റ്. അപ്പൊ 299 അകത്ത് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ 299 റിലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ സെവറൽ അല്ലെങ്കിൽ ജോയിന്റ് റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ, സെപ്പറേറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതായിക്കോട്ടെ, അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യനും ആൻസേഴ്സും പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രം എക്സാം മോഡിലേക്ക് പോവുക. അപ്പൊ ഇവിടെ ഇഫ് യു ആസ്ക് മീ, ഗട്ട് ഫീലിംഗ് ഈസ് 299 ആൻഡ് 706. കാരോയിൽ ഒരു ഗുഡ് നോളജ് ഉണ്ടാക്കി വെക്കുക. നമ്മൾ കാരോ എങ്ങനെ പഠിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഒരു കോഡും കാര്യങ്ങളൊക്കെ ക്ലാസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആ ഒരു കോഡ് വെച്ചുകൊണ്ട് പഠിക്കുക. റൈറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. ഏതൊക്കെയാന്ന് വെച്ചാൽ കാരോനെ പറ്റി പറയുന്ന ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിലുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. കാരോന്റെ അപ്ലിക്കബിലിറ്റിയും നോട്ട് അപ്ലിക്കബിലിറ്റിയും കാര്യങ്ങളെ പറ്റിയും നല്ല രീതിയിൽ ഐഡിയ ഉണ്ടാക്കി വെക്കുക. എനിക്ക് ബേസിക് ആയിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റി ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബേസിക് ഐഡിയ കിട്ടും. ഇനി ചാപ്റ്റർ 9 സ്പെഷ്യൽ ഓഡിറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് കമ്പനിയാണ് ഈ അറ്റംപ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതിലേതെങ്കിലും പ്രൊപ്പറേറ്ററി ഓഡിറ്റോ അല്ലെങ്കിൽ ഓഡിറ്റ് ഓഫ് സ്റ്റോർസോ അല്ലെങ്കിൽ എക്കണോമി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന ഒരു ഭാഗമോ പെർഫോമൻസോ എന്ത് തന്നെയും ആകാം. അതുപോലെ തന്നെ ഈവൻ CAGന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമായേക്കാം. സോ ഗവൺമെന്റ് ഓഡിറ്റിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തോ. ലോക്കൽ ബോഡിയും NGOയും കൂടെ നോക്കി വെച്ചേക്ക്. ബാക്കി മിസ്സീനിയസ് ആയിട്ട് കണ്ടാൽ മതി. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഏതെങ്കിലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. ഗിവ് ഇമ്പോർട്ടൻസ് ടു ഗവൺമെന്റ് ഓഡിറ്റ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ചാപ്റ്റർ 10 ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബാങ്ക് ഓഡിറ്റ് ചാപ്റ്റർ 8 to 15 ഒക്കെയാണ് മാർക്ക് പറയുന്നത്. ഇവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് വെച്ച് തുറന്ന് വായിച്ചങ്ങ് പഠിച്ചോ. ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പം അതിൽ തന്നെ ഏത് ഏരിയാസ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ അഡ്വാൻസസ് എന്ന് പറയുന്ന ഏരിയ 12 ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ മോഡ്ഗേജ് എന്താ, പ്ലഡ്ജ് എന്താ, ഹൈപ്പോത്തിക്കേഷൻ എന്താണ്, സെറ്റ് ഓഫ് എന്താണ്, അസൈൻമെന്റ് എന്താണ്, ലീൻ എന്താണെന്നെല്ലാം പറ്റി നല്ല നോളജ് ഉണ്ടാക്കി വെച്ചോളൂ. അതിൽ തന്നെ
മോഡ്ഗേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൽ തന്നെ ഇക്വിറ്റബിൾ മോഡ്ഗേജ് ഉണ്ട്, രജിസ്റ്റേർഡ് മോഡ്ഗേജ് ഉണ്ട്, എങ്ങനെയാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അതുതന്നെ പ്ലഡ്ജും മോഡ്ഗേജും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിന്റെ നോട്ട് ഉണ്ടാക്കി വെക്കുക. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഇറോഷൻ ഓഫ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി, നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ആയി വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ, അതുപോലെ തന്നെ അവിടെ നമ്മൾ സ്റ്റാഫിന് സാലറി കൊടുക്കുന്ന ഏരിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. എഗെയിൻ ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് സ്പെസിഫിക് ആയിട്ട് പോകാൻ പറയത്തില്ല. ഒരു 1 ഫുൾ ഡേ നിങ്ങൾ മാറ്റി വെച്ച് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആയിരിക്കും ബാങ്ക് ഓഡിറ്റ്. 1 ഫുൾ ഡേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ 3 സബ്ജക്ട്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി സമയം കണ്ടെത്തണം. എഗെയിൻ കണ്ടക്ടിങ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ആക്ച്വലി ഇനീസിയേഷൻ അതുപോലെ തന്നെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ഇഫ് യു ആസ്ക് മീ, അതിൽ SA 510, 315 ഒക്കെ പറയുന്നുണ്ട്. അതിൽ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും ഉള്ളത് മേ ബി നോട്ട് ചെയ്തോളൂ അല്ലെ മാർക്ക് ചെയ്തോളൂ. കണ്ടക്ടിങ് ആൻഡ് ഓഡിറ്റ് ഓഫ് ബാങ്കിൽ അല്ലെങ്കിൽ ഓഡിറ്റ് എന്ന് പറയുന്ന പേരിൽ പോയിന്റ് നമ്പർ 9 ഓഡിറ്റ് പ്ലാനിംഗ് മെമ്മോറാണ്ടം എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്? ഓഡിറ്റ് പ്ലാനിംഗ് മെമ്മോറാണ്ടം. ഓക്കെ, ക്യാൻ യു സി? I think page number 10.19 in the latest edition. Any changes? I am just confirm. Audit planning memorandum. ഒന്നത്. പിന്നെ അവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നത് സ്ട്രെസ് ടെസ്റ്റിംഗ് പോയിന്റ് നമ്പർ 16. Then point number 12 you can see know your customer. ഇത്രയും ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വെച്ചാൽ മതി. വൺ മോർ ഏരിയ ഇഫ് യു ആസ്ക് മീ, റിലയൻസ് ഓർ റിവ്യൂ ഓൺ അതർ റിപ്പോർട്ട്സ് മറ്റൊരു ബോക്സ് കൊടുത്തിട്ടുണ്ടാവും. ഒരു അഡ്വേഴ്സ് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അതും കൂടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടേ. ഓക്കെ ആണോ? ഗെറ്റിംഗ് ക്ലാരിറ്റി? ഗെറ്റിംഗ് ആൻ ഐഡിയ? ചിലർക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പം ചെറിയൊരു കൺഫ്യൂഷനോ മറ്റോ വരുന്നുണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ ആവല്ലേ. അത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്താൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പോയാലോ നമ്മളെ നോട്ടിൽ പോയി കഴിഞ്ഞാലോ കാണും. വായിച്ചു നോക്കുക, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് അഗെയിൻ ചാപ്റ്റർ നമ്പർ 11 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. SA 210, SQC 1, SA 220. SQC 1ലും SA 220ലും വേണമെങ്കിൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ മോണിറ്ററിംഗ് എന്നുള്ള എലമെന്റ് വെച്ച് ബാക്കി എല്ലാ എലമെന്റും നല്ലോണം പഠിച്ചോളൂ. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത്. MCQ വല്ലാതെ പ്രതീക്ഷിക്കുന്നില്ല, എന്ന് വെച്ചാൽ വരത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എത്തിക്സ് പറയുന്ന പോർഷൻസും ഇൻഡിപെൻഡൻസിന്റെ ത്രെറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോ, ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചോ, നല്ലോണം മാർക്ക് വരും. ഇതിൽ തന്നെ ഇഫ് യു ആസ്ക് മീ കുറച്ച് ലെസ് ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ ഐ വുഡ് സേ SA 210. എത്തിക്സ് പോർഷനും SQC 1, SA 220 ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ന് കരുതി SA 210 സ്കിപ്പ് ചെയ്യാനൊന്നുമല്ല ഞാൻ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻസ്, അല്ലാണ്ട് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകേണ്ട ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 11. ഓക്കെ ആണോ? സോ മൊത്തം 11 ചാപ്റ്റേഴ്സിനെ പറ്റി ഞാനൊരു ഐഡിയ തന്നിട്ടുണ്ട്. ഈ essays ഈ ജനുവരി 25 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ essay ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 570, 220, SQC 1, 300 പ്ലാനിങ് ചാപ്റ്റർ നമ്പർ 2, 500 എത്തിക്സ് പോർഷൻ ഫുള്ള്, 200 എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഇൻഹറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, ആ ഒരു ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. 299 ഐ എം ഹാവിംഗ് ഹൈ തോട്ട് ദാറ്റ് ദിസ് വിൽ കം ഇൻ. 320 മെറ്റീരിയാലിറ്റി, അതിൽ തന്നെ പെർഫോമൻസ് മെറ്റീരിയാലിറ്റിയും അതുപോലെ തന്നെ ബെഞ്ച് മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. 510 ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുക. 520 ഞാൻ ഇട്ടതാണ് കാരണം 530 ഇമ്പോർട്ടൻസ് കുറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു അനാലിസ് ചെയ്തതാണ്. 710 ഇമ്പോർട്ടൻസ് കൊടുത്തോളൂ. 701 ഇമ്പോർട്ടൻസ് കൊടുത്തോളൂ. സ്പെഷ്യൽ ഓഡിറ്റിൽ ഗവൺമെന്റ് കമ്പനിയാണ്, ഹൈലി എക്സ്പെക്റ്റഡ് എന്ന് തോന്നുന്നു ആ ഏരിയാസ്. അതുപോലെ അതിന്റെ കൂടെ NGO, ലോക്കൽ ബോഡീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എസ്സേസ് ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ ഓക്കെ യു ക്യാൻ സീ ഈ 570 ഓഡിറ്റ് റിപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 570 അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്ന പോർഷനിലെ 570 ഏത് രീതിയിലും വന്നേക്കാം. ബാക്കി പോർഷൻസ് ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് പഠിക്കാം. ഫൈൻ. കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻറ്റ് അഗെയിൻ ഇത് ഈ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ട്രോളാൻ വരരുത്. ബട്ട് സ്റ്റിൽ കമ്പാരിറ്റീവ്ലി ലെസ് ആണ് എനിക്ക് തോന്നുന്നത് 315, 260, 505, 560 ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഇത് സ്കിപ്പ് ചെയ്തോളൂ, നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അഗെയിൻ കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. തീരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മാറ്റിയേക്കും. ഓക്കെ നൗ ഇനി നിങ്ങൾ പഠിക്കേണ്ട ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ റിവൈസ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ നമ്പർ 11 ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കാം, ചാപ്റ്റർ നമ്പർ 1 അതിനുശേഷം കംപ്ലീറ്റ് ആക്കാം. അപ്പൊ തന്നെ നമുക്കൊരു 10 to 15 മാർക്സിൻ്റെതായി. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് ചാപ്റ്റർ നമ്പർ 2
ചാപ്റ്റർ നമ്പർ 2 നിങ്ങൾക്ക് വീഡിയോ ഓൾറെഡി അവൈലബിൾ ആണ്, അത് 10 മാർക്കോളം വരുന്നുണ്ട്. പിന്നെ ചാപ്റ്റർ നമ്പർ 6 ഇതാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 11 ഒരു 10 മാർക്ക്, 5 15 15ഉം 12 27 ഒരു 30+ മാർക്സ് ആയി. ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് നിങ്ങൾ ഒരു 35 മാർക്സിനുള്ളതായി 11 1 2 6 ദിസ് വിൽ ബി യുവർ ഫസ്റ്റ് ഓർഡർ. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, സോറി ദർ ഇസ് എ സ്മോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പ്ലീസ് പാർഡൻ മീ, കംപ്ലീഷൻ ആൻഡ് റിവ്യൂ ചാപ്റ്റർ നമ്പർ 7, ചാപ്റ്റർ നമ്പർ 4 ഓഡിറ്റ് എവിഡൻസ്, റിസ്ക്, ഈ 3 കംപ്ലീറ്റ് ആക്കുക. ഇത് കുറച്ച് ഹെവി വെയിറ്റ് സാധനമാണ്. ഇതങ്ങ് തീർന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും. അതിനുവേണ്ടിയാണ് അഗൈൻ കംപ്ലീഷൻ റിവ്യൂ 15 മാർക്ക്, ഓഡിറ്റ് എവിഡൻസ് ഒരു 15 മാർക്ക്, റിസ്ക് ഒരു 10. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 40 ആയില്ലേ. അപ്പൊ ഹെവി ആണത്. അതായത് ഈ 4 ചാപ്റ്റേഴ്സ് തീർത്തതിനു ശേഷം ഇതിലേക്ക് വരിക. അതിനുശേഷം മാത്രം നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട്, ബാങ്ക് ഓഡിറ്റ്, സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് വന്നിട്ട് ലാസ്റ്റ് എവിടത്തേക്ക് പോയാൽ മതി, ഓട്ടോ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോയാൽ മതി. അത് ലാസ്റ്റ് MTPയിലോ RTPയിലോ വന്ന ഡിസ്ക്ലോസേഴ്സോ അഡീഷണൽ റിക്വയർമെന്റോ അതുപോലെ തന്നെ വൗച്ചിങ് എല്ലാം ചെയ്ത് വെച്ചാൽ മതി. ഇല്ലാണ്ട് അവിടെ നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലും ലോയിലും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം 11 1 2 6 ഒരു യൂണിറ്റ്, 7 4 3 സെക്കൻഡ് യൂണിറ്റ്, 8 9 10 തേർഡ് യൂണിറ്റ് ആൻഡ് ലാസ്റ്റ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ റിവിഷൻ അല്ലെങ്കിൽ പഠനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ സോ റിലാക്സ്, ബി കോൺഫിഡൻറ്റ്, ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഇതാണ് എനിക്ക് ഈ ഒരു സെഗ്മെന്റ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഈ ഒരു ഓർഡർ നിങ്ങൾ പാലിക്കാൻ വേണ്ടി നോക്കുക. ഈ സെഷനിൽ ഞാൻ പറഞ്ഞു തന്ന കണ്ടൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ ആണോ? സോ ഓൾ ദ വെരി ബെസ്റ്റ്.